So the next green building material is cellulose. Cellulose is the sixth material. Cellulose എന്താണ്? It is a recycled product of paper waste. Paper waste നിന്നുള്ള ഒരു recycled product ആണ് cellulose. Cellulose വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് ബിൽഡിങ്ങിലെ ഇൻസുലേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. Cellulose good sound insulator ആണ് and also it is available in cheap prices. Available for cheap price in market. മാർക്കറ്റിൽ വളരെ വില കുറഞ്ഞു കിട്ടുന്ന ഒരു സാധനമാണ് cellulose. Now next is polyurethane. Next one is polyurethane. So polyurethane form is available in the form of spray bottles. Polyurethane form ആണ് ആ ഫോം എന്ന് പറഞ്ഞാൽ പദ polyurethane form spray bottles ന്റെ ഫോമിലാണ് available. Polyurethane form spray bottles available ആണ്. They are directly sprayed onto wall surfaces or to where insulation is required. Insulation വേണ്ട സർഫസിലോട്ട് directly spray ചെയ്ത് കൊടുക്കും. So polyurethane ഫോമിനെ direct ആയിട്ട് spray ചെയ്യും. ഏത് സർഫസിലാണോ നമുക്ക് ഇൻസുലേഷൻ വേണ്ടത് ആ സർഫസിലോട്ട് പോളിയൂറത്തേൻ ഡയറക്റ്റ് ആയിട്ട് സ്പ്രേ ചെയ്യും. സോ പോളിയൂറത്തേൻ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തിക്ക് ലെയർ ഫോം ചെയ്തിട്ട് അത് പിന്നെ ഹാർഡൻ ചെയ്യും. അത് സ്പ്രേ ചെയ്തതിന് ശേഷം ഇറ്റ് ഫോംസ് thick layer and then hardens. So polyurethane നമുക്ക് ഏത് സർഫസിലാണോ ഇൻസുലേഷൻ വേണ്ടത് അവിടെ ഡയറക്റ്റ്ലി സ്പ്രേ ചെയ്യും. അത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഒരു തിക്ക് ലെയർ ഫോം ചെയ്തിട്ട് അത് പിന്നെ അങ്ങ് ഹാർഡ് ആവും. They offer excellent insulation and prevent leakage of air. Excellent insulation provide ചെയ്യുന്നു. അതുപോലെ എയർ ലീക്കേജും തടയും. So this is all about polyurethane. Polyurethane form ആയിട്ടാണുള്ളത്. സ്പ്രേ ബോട്ടിൽസിൽ polyurethane ഫോം കിട്ടും. അതിനെ ഇൻസുലേഷൻ വേണ്ട സർഫസിലോട്ട് ഡയറക്റ്റ്ലി സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ സർഫസിൽ ഒരു തിക്ക് ലെയർ ഉണ്ടായിട്ട് അത് ഹാർഡൻ ചെയ്യും. തിക്ക് ലെയർ ഉണ്ടായി അത് ഹാർഡൻ ചെയ്യും. ആൻഡ് പോളിയൂറത്തേൻ നല്ല എക്സലന്റ് ഇൻസുലേഷൻ തരികയും ചെയ്യും. അതോടൊപ്പം എയർ ലീക്കേജ് പ്രിവെന്റ് ചെയ്യും. Now the next one is natural fiber. Natural fibers വരുന്നതാണ് cotton, wool which can be used as insulation materials. ഏതൊക്കെയാണ് natural fiber ൽ വരുന്ന cotton, wool and they are used as insulation material. And used as insulation. Natural fibers ൽ cotton, wool ഒക്കെ വരുന്നു. അതിനെ insulation material ആയിട്ട് യൂസ് ചെയ്യും. Recycled cotton fibers or wool fibers are converted into bags and installed in preformed wooden frame section. So recycled cotton or woolen fibers, recycle ചെയ്ത കോട്ടനെയോ woolen ഫൈബേഴ്സിനെയോ ഒരു ബാഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യും.
കൺവേർട്ടഡ് റീസൈക്കിൾ ചെയ്ത കോട്ടൺ അല്ലെങ്കിൽ വൂളൻ ഫൈബേഴ്സിനെ ഒരു ബാച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പ്രീ ഫോംഡ് വുഡൻ ഫ്രെയിം സെക്ഷൻസിൽ ഇൻസ്റ്റാൾ ചെയ്യും. They are installed in pre-formed wooden sections. They are installed in pre-formed wooden sections. So natural fiber എന്ന് പറയുമ്പോൾ കോട്ടനും വൂളും ആണ് അതിനകത്ത് വരുന്നത്. അതിനെ ഇൻസുലേഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യും. ഇനി ഏത് ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കോട്ടൺ അല്ലെങ്കിൽ വൂളൻ ഫൈബേഴ്സിനെ റീസൈക്കിൾ ചെയ്ത് അതിനെ ഒരു ബാച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബാച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം പ്രീ ഫോംഡ് വുഡൻ സെക്ഷൻസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും. ബാച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം പ്രീ ഫോംഡ് വുഡൻ സ്ട്രക്ചേഴ്സിനകത്ത് വുഡൻ സെക്ഷൻസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും. ദിസ് ഈസ് അബൌട്ട് നാച്ചുറൽ ഫൈബർ. Now next is fiberglass. Next green building material, ninth one is fiberglass. Fiberglass insulation purpose in use in the form of fiberglass bags. Insulation purpose use in the form of fiberglass bags. Fiberglass bags രൂപത്തിലാണ് ഫൈബർഗ്ലാസിനെ ഇൻസുലേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. Even though it contains some toxic agents, because of its super insulation property at low cost, it is considered as a green building material. ലോ കോസ്റ്റിൽ തന്നെ ഇതിന് സൂപ്പർ ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സൂപ്പർ ഇൻസുലേഷൻ പ്രോപ്പർട്ടി അറ്റ് ലോ കോസ്റ്റ്. വളരെ ചെറിയ കോസ്റ്റിൽ തന്നെ ഇതിന് നല്ല ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഫൈബർ ഗ്ലാസ് ടോക്സിക് ഏജൻസ് ഒക്കെ ഫൈബർ ഗ്ലാസിനകത്ത് ടോക്സിക് ഏജൻസ് ഉണ്ട്. എന്നിരുന്നാലും ചെറിയ ലോ കോസ്റ്റിൽ തന്നെ അതിന് സൂപ്പർ ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Now next is non-VOC paints. Non-VOC paints. So non-VOC paints or green paint is recommended over VOC containing paints. ഈ non-VOC paints നെ green paints എന്നും പറയും. ഈ VOC എന്ന് പറഞ്ഞാൽ volatile organic compounds. So volatile organic compounds വരുന്ന പെയിന്റ്സിനെക്കാളും പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് green paints or non-VOC paints ആണ്. Presence of volatile organic compounds reacts with sunlight and nitrogen oxide, resulting in the formation of ozone. So volatile organic compounds. ഈ volatile organic compounds പെയിന്റിൽ ഉണ്ടെങ്കിൽ അത് സൺലൈറ്റും നൈട്രജൻ ഓക്സൈഡും ആയിട്ട് റിയാക്ട് ചെയ്യും. Reacts with sunlight and nitrogen oxide. Volatile organic compounds ഉണ്ടെങ്കിൽ സൺലൈറ്റും നൈട്രജൻ ഓക്സൈഡും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോംസ് എന്ത് ഫോം ചെയ്യുന്നു? ഓസോൺ ഫോം ചെയ്യും. And forms ozone, which can cause severe health problems for occupants. So ഈ ozone എന്ന് പറയുന്നത് causes
health problems. So volatile organic compounds ഉള്ള പെയിൻസിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ volatile organic compounds സൺലൈറ്റും നൈട്രജൻ ഓക്സൈഡും ആയിട്ട് റിയാക്ട് ചെയ്ത് ഓസോൺ ഫോം ചെയ്യും. ഈ ഓസോൺ എന്ന് പറയുന്നത് ഓക്യുപ്പൻസിന് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് നോൺ VOC പെയിൻസ് അല്ലെങ്കിൽ ഗ്രീൻ പെയിൻസിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. I hope it is clear. Next is timbercrete. Timbercrete എന്ന് പറഞ്ഞാൽ it is a combination between timber waste from various sources and concrete. Timber waste plus പല സോഴ്സിൽ നിന്നുള്ള ടിമ്പർ വേസ്റ്റും കോൺക്രീറ്റും കൂടെ ചേരുന്ന ഒരു കോമ്പിനേഷൻ, അതാണ് ടിംബർക്രീറ്റ്. സോ ഈ ടിംബർക്രീറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോളിഡ് കോൺക്രീറ്റിനെക്കാളും ലൈറ്റർ ആണ് വിത്ത് ഗ്രേറ്റർ സ്ട്രെങ്ത് ആൻഡ് ഇൻസുലേറ്റിംഗ് കേപ്പബിലിറ്റീസ്. ഇറ്റ് ഈസ് ലൈറ്റർ ദാൻ സോളിഡ് കോൺക്രീറ്റ്. സോളിഡ് കോൺക്രീറ്റിനെക്കാളും ലൈറ്റർ ആണ്, മാത്രമല്ല സ്ട്രെങ്തും ഇൻസുലേറ്റിംഗ് കേപ്പബിലിറ്റീസും കൂടുതലാണ്. Greater strength and insulating capabilities. സോ ടിംബർക്രീറ്റ് എന്താണ്? പല സോഴ്സിൽ നിന്നുള്ള ടിംബർ വേസ്റ്റും കോൺക്രീറ്റും കൂടെ ചേരുന്ന ഒരു കോമ്പിനേഷൻ, അതാണ് ടിംബർക്രീറ്റ്. ടിംബർക്രീറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ സോളിഡ് കോൺക്രീറ്റിനെ അപേക്ഷിച്ച് ടിംബർക്രീറ്റ് ലൈറ്റർ ആണ്, പക്ഷേ ടിംബർക്രീറ്റിന് ഗ്രേറ്റർ സ്ട്രെങ്ത്തും ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയും ഉണ്ട്. ടിംബർക്രീറ്റിന് ഗ്രേറ്റർ സ്ട്രെങ്ത്തും ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയും ഉണ്ട്. Now, this green material provides unique thermal qualities that combine thermal mass and insulation, makes it suitable for eco housing. ഇതിന് യുണീക് thermal qualities ഉണ്ട്. thermal qualities ഉണ്ട്, അതുകൊണ്ട് എക്കോ ഹൗസിങ്ങിന് സൂട്ടബിൾ ആണ്. എക്കോ ഹൗസിങ്ങിന് സൂട്ടബിൾ ആണ്. And also timbercrete is bushfire proof. It is bushfire proof. Bushfire proof ആയതുകൊണ്ട് തന്നെ allows minimal heat transfer and radiation. Minimum heat transfer and radiation. Bushfire proof ആണ് timbercrete, അതുകൊണ്ട് minimum heat transfer and radiation. Bushfire proof iron allows minimal heat transfer and radiation, and also this material is very user friendly. So timbercrete ne kurichu endella ariyana? Timbercrete endana? Timbercrete is a combination of timber waste and concrete, which is lighter than solid concrete. It has greater strength and insulating capabilities, thermal qualities ഉണ്ട്, therefore it is suitable for eco housing. bushfire proof ആയതുകൊണ്ട് minimum heat transfer radiation ആയിരിക്കും, മാത്രമല്ല it is very user friendly. It is user friendly. Now the 12th green building material is straw bale. എന്താണ് straw bale? Straw bale എന്ന് പറയുന്നത് it is used as framing material because of good insulating property.
It is used as a framing material and it has good insulation property. So strawberry തന്നെ നമ്മുടെ വൈക്കോല് അതാണ് സ്ട്രോബെറി. അതൊരു ഫ്രെയിമിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നു കാരണം അതിന് നല്ല ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. They act as sound proof materials. Sound proof ആയിട്ട് ആക്ട് ചെയ്യുന്നു. Sound proof material. പിന്നെ എന്താണ്? Strawberry can be used as filler material in non-load bearing structures. Strawberriesനെ filler material ആയിട്ടും യൂസ് ചെയ്യാം. Filler material in non-load bearing structures. Load bearing അല്ലാത്ത structuresൽ filler material ആയിട്ട് യൂസ് ചെയ്യാം. Since air cannot pass through them, they have fire resistance. Air pass ചെയ്യാത്തതുകൊണ്ട് it has fire resistance. സ്ട്രോബെറി എന്ന് പറയുന്നത് ഒരു ഫ്രെയിമിംഗ് മെറ്റീരിയൽ ആണ്. അതിന് നല്ല ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. സൗണ്ട് പ്രൂഫ് മെറ്റീരിയൽ ആണ്. ഫില്ലർ നോൺ ലോഡ് ബെയറിംഗ് മെറ്റീരിയൽസിനകത്താണ് സ്ട്രക്ചേഴ്സിലാണ് ഇത് ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൂടെ എയർ ഒട്ടും പാസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിന് നല്ല ഫയർ റെസിസ്റ്റൻസ് ഉണ്ട്. Now the next one is ferro. Next is ferro. Ferro is a new material that uses recycled materials including steel dust from steel industry to create a concrete like building material. Ferro എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ മെറ്റീരിയൽ ആണ് and uses recycled materials including steel dust. Uses recycled materials including steel dust. റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ സ്റ്റീൽ ഡസ്റ്റും ഉൾപ്പെടുന്നു. ആൻഡ് കോൺക്രീറ്റ് ലൈക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ സ്റ്റീൽ ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റീൽ ഡസ്റ്റ് പോലത്തെ റീസൈക്കിൾഡ് മെറ്റീരിയൽസ് കൊണ്ട് ഒരു കോൺക്രീറ്റ് ലൈക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഫെറോ. ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ കോൺക്രീറ്റ്. കോൺക്രീറ്റിനേക്കാളും സ്ട്രോങ്ങർ ആണ്. It is stronger than concrete. This unique material absorbs and traps carbon dioxide as part of drying and hardening process. So ferroക്കിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ferro absorbs and traps carbon dioxide. ഫെറോക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഡ്രൈയിങ് ആൻഡ് ഹാർഡനിങ് പ്രോസസ്സിന്റെ ടൈമിൽ ഫെറോ absorbs and traps carbon dioxide. Hence it is only less CO2 intensive than traditional concrete but actually carbon neutral. So ferro എന്ന് പറയുന്നത് കാർബൺ ന്യൂട്രലും ആണ്. സാധാ കോൺക്രീറ്റിനെ അപേക്ഷിച്ച് ലെസ് CO2 ഇന്റൻസീവും ആണ്. സോ ഫെറോക്ക് എന്ന് പറയുന്നത് ഒരു പുതിയ മെറ്റീരിയൽ ആണ്. അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്? ദാറ്റ് യൂസസ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് സ്റ്റീൽ ഡസ്റ്റ് ഫ്രം സ്റ്റീൽ ഇൻഡസ്ട്രി to create concrete like building material. It is stronger than concrete, absorbs and traps CO2 as part of its drying and hardening. It is less CO2 intensive when compared to traditional concrete and carbon neutral. Next, stones.
stones. Slate or stone are natural materials that are excellent green choices but are very expensive due to both material and labor considerations. Stones il varunathu slate or stone. They are excellent green choices but very expensive. They are very expensive and cheap at places where easily available. Easily available ആയിട്ടുള്ള അടുത്ത് cheap ആണ്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ they have very long life. They have very long life. Now the last material is fiber cement. Last material is fiber cement. Fiber cement is made from wood, sand and Portland cement. Made from wood, sand and Portland cement. വുഡിനും സാൻഡിനും പോർട്ട്ലാൻഡ് സിമെന്റിനും കൂടെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഫൈബർ സിമെന്റ്. Offers excellent durability and fire resistance. Fiber cementine excellent durability and fire resistance. Excellent durability, fire resistance ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ less expensive than many common wood choices. It is less expensive. വുഡും സാൻഡും പോർട്ട്ലാൻഡ് സിമെന്റിനും കൂടെയാണ് ഫൈബർ സിമെന്റ് ഉണ്ടാക്കുന്നത്. എക്സലന്റ് ഡ്യൂറബിലിറ്റിയും ഫയർ റെസിസ്റ്റൻസും ഉണ്ട്. പിന്നെ നമ്മുടെ കോമൺ വുഡ് ചോയ്സസിനെ അപേക്ഷിച്ച് ലെസ് എക്സ്പെൻസീവും ആണ്. കോമൺ വുഡ് ചോയ്സസിനെ അപേക്ഷിച്ചിട്ട് ലെസ് എക്സ്പെൻസീവ്. സോ ദീസ് ആർ ദ green building materials.